അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യത. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുകയാണ്. ഇതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയതുമായ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്? വിഷ്ണു, 31-ാം തീയതിയോടുകൂടി കേരളത്തിലേക്ക് കാലവർഷം എത്തുമെന്നുള്ളതായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒരുപക്ഷെ 31-ന് മുൻപ് 4 ദിവസം ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ 4 ദിവസം അങ്ങോട്ടേക്കോ പോകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് 24 മണിക്കൂറിനുള്ളിൽ കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നുള്ളതാണ്. ഒരുപക്ഷെ മുൻപ് കാലവർഷം വരുമെന്ന് സൂചനകൾ നൽകിയപ്പോൾ തന്നെ അധിക മഴ ഇക്കുറി ഉണ്ടാകുമെന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടിയത്. 106% അധിക മഴ ജൂൺ, ജൂലൈ മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അത് ശരിവെക്കുന്നത് കൂടിയായി ഈ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രവചനത്തെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്തേക്ക് നേരത്തെ തന്നെ കാലവർഷം എത്താൻ പോവുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരള തീരത്ത് എത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇന്ന് രാവിലെയോടുകൂടി മഡഗാസ്കറിനും കന്യാകുമാരിക്കും സമീപത്തുകൂടിയായി കാലവർഷ കാറ്റ് നീങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിവേഗം തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം തന്നെ കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഭാഗമായി സംസ്ഥാനത്ത് വരുന്ന 7 ദിവസം അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭ്യമാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും ഈ മണിക്കൂറിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നാളെ 11 ജില്ലകൾക്ക്, തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. വരുന്ന 7 ദിവസത്തേക്ക് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകും. ഒപ്പം തന്നെ 1, 2 തീയതികളിൽ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ തീവ്രമാകുമെന്നുള്ളതാണ് ഈ നിലവിലെ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിശക്തമായതും തീവ്രമായതുമായ മഴയാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും 4 മണിക്കാണ് അടുത്ത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനവും മുന്നറിയിപ്പും വരാനിരിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. നിലവിൽ ഓറഞ്ച് അലർട്ടാണ് തിരുവനന്തപുരത്ത് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ലഭ്യമാകുന്നത്. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് മാത്രമല്ല തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി നൽകുകയാണ്. ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നത് കൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ, മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതെങ്കിലും മത്സ്യബന്ധന യാനങ്ങൾ കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അവിടെ നിന്നും പിൻവാങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. എന്തായാലും അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമാണ് വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് സാധ്യത. ഒപ്പം തന്നെ കാലവർഷവും പ്രവചിച്ചതിനേക്കാൾ ഒരുപക്ഷെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കേരളത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ കാലവർഷം ശക്തി പ്രാപിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രതയും പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. വ്യക്തമാണ്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.